നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമുക്ക് ജൂൺ മാസത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം. കുശാഗ്രബുദ്ധി, ചാതുര്യം, പ്രതിഭ എന്നീ സ്വഭാവ സവിശേഷതകൾ കൂടുതലായിട്ടുള്ളവരായിരിക്കും ജൂൺ മാസത്തിൽ ജനിച്ചവർ. ഇവരുടെ മനസ്സറിയാൻ ആർക്കും അത്ര പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. അതിദ്രുതമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇവരിൽ ഉണ്ടാകും. ഏത് സദസ്സിലും ശോഭിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരാണ്. അവരെ സ്വാധീനിക്കാൻ ആർക്കും കഴിയില്ല. സന്ദർഭത്തിനൊത്ത് തീരുമാനങ്ങൾ മാറ്റാൻ മടിക്കാത്തവരാണിവർ. വാക്സാമർഥ്യവും പരിഹാസപാഠവും വിമർശന ബുദ്ധിയും ഉള്ളവരാണിവർ. ഇവർ പൊതുവെ വ്യക്തിപ്രഭാവം കൊണ്ട് പൊതുജനങ്ങളെ ആകർഷിക്കാറുണ്ട്. ഇവർ ഗാഢമായി സ്നേഹിക്കുകയും അതേസമയം തന്നെ വിശ്വാസ്യതയില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തേക്കാം. ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണിവർ. ഉദാരമതികളാണ് ഇവർ എന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അതെല്ലാം നിമിഷ നേരത്തേക്ക് മാത്രമായിരിക്കും. ഇവരുടെ സദാ ഉത്കണ്ഠയുള്ള മനസ്സാണ്. യാത്രകൾ പൊതുവെ ഇവർ ഇഷ്ടപ്പെടുന്നതാണ്. വാഹനങ്ങൾ ഇവർക്ക് ഹരമാണ്. ജീവിതം ഇവർക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. എന്നാൽ അതൊന്നും തന്നെ ഇവരെ ബാധിക്കാറില്ല. ജീവിത വീക്ഷണം ഇവർക്ക് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഒരാളെ വെറുത്താൽ അവരെ പാടെ വിസ്മരിക്കാറുണ്ട്. വൈവിധ്യത്തിന് വേണ്ടിയുള്ള ദാഹം ഇവരിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരിക്കലും ഇവർക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കുകയില്ല. സൂക്ഷ്മബുദ്ധിയും കൽപ്പനാ വൈഭവവും ഉള്ളവരാണ് ഇവർ. ഇവർ ലക്ഷ്യബോധവും വീറും വാശിയും ഉള്ളവരാണ്. മാനസികമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് വിജയത്തിലെത്താൻ എളുപ്പം സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ജനിച്ചവരുടെ സാമ്പത്തിക നിലയൊന്ന് പരിശോധിക്കാം. ശാസ്ത്രം, സാഹിത്യം, സംഗീതം എന്നിവയിൽ ഏതിനാണ് താല്പര്യമുള്ളത് എന്നറിഞ്ഞു തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സഞ്ചരിച്ചാൽ ഭാവി ശോഭനമാകുന്നതാണ് ഇവർക്ക്. ഇവർ പെട്ടെന്ന് പണമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടാൻ ശ്രമിക്കാറുണ്ട്. എത്ര വിജയം നേടിയാലും ഇവർക്ക് തൃപ്തി ഉണ്ടാകില്ല. പണം എത്ര കിട്ടിയാലും ഇവർക്ക് മതിയാകുകയുമില്ല. ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ജനിച്ചവരുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ദുർബലമായിട്ടുള്ള ശരീരഘടനയാണ് ഇവരുടേത്. മനസ്സിന്റെ തളർച്ചയും നിരുന്മേഷകതയും ഇടയ്ക്കിടയ്ക്ക് ഇവരെ ശല്യപ്പെടുത്താറുണ്ട്. സംഭാഷണ വൈകല്യം, അപസ്മാരം മുതലായ അസുഖങ്ങളൊക്കെ ഇവരെ ബാധിക്കാം. കൂടാതെ ന്യൂമോണിയ, ചർമ്മരോഗങ്ങൾ, രക്തദൂഷ്യങ്ങൾ ഇവയ്ക്കൊക്കെ എതിരെ ജൂൺ മാസത്തിൽ ജനിച്ചവർ കരുതലെടുക്കേണ്ടതാണ്. നമുക്ക് ഇനി ജൂൺ മാസത്തിൽ ജനിച്ചവരുടെ വിവാഹം, സൗഹൃദ ബന്ധം എന്നിവയൊന്ന് പരിശോധിക്കാം. മാർച്ച് 21 മുതൽ ജൂൺ 30 വരെയും, സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെയും, ജനുവരി 20 മുതൽ ഫെബ്രുവരി 18 വരെയും എന്നീ കാലങ്ങളിലൊക്കെ ജനിച്ചവരുമായി സൗഹൃദവും വിവാഹബന്ധവും ഒക്കെ പുലർത്തുന്നത് ഇവർക്ക് ഭാവി ശോഭനകരമാകുവാൻ സഹായിക്കും. അതേപോലെ തന്നെ നവംബർ 23 ഡിസംബർ 20 ഇടയ്ക്ക് ജനിച്ചവരുമായിട്ടുള്ള സൗഹൃദവും വിവാഹബന്ധവും ഒക്കെ ഇവർക്ക് മധ്യമമാണ്.